അങ്ങോട്ട് തന്നെ വരുന്നത്. വിജയത്തിൻ്റെ രസതന്ത്രം പഠിക്കണം. മദീനയിലേക്ക് പോകാൻ നിനക്ക് ന്യായമുണ്ട്. പക്ഷെ മമ്പറത്തേക്ക് പോകാൻ നിനക്ക് എന്താണ് ന്യായം? ആ ന്യായം നീ കണ്ടെത്തണം. മദീനയിലേക്ക് പോകാൻ പരിശുദ്ധ ഖുർആൻ പലതവണ പറഞ്ഞ അള്ളാഹുവിൻ്റെ ഹബീബും നിൻ്റെ കെലിമയുടെ 2ാം പകുതിയുമാണ് മദീനയെ കിടക്കുന്നത്. അപ്പം നിനക്കതിന് ന്യായവുമുണ്ട്, ബാധ്യതയുമുണ്ട്. അതേസമയത്ത് സിഎമ്മിൻ്റെ അടുത്ത് പോകാൻ നിനക്കെന്ത് ബാധ്യതയാണുള്ളത്? ബാധ്യതയുണ്ട്. അത് നീ കണ്ടെത്തണം. നിന്റെ മാപ്പാനെ നീ ബഹുമാനിക്കണം. എന്തുകൊണ്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് മാപ്പാനെ ബഹുമാനിക്കണം. റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അതേസമയത്ത് തൃപ്പണിച്ച് മുഹമ്മദ് മുസ്ലിയാരെ ബഹുമാനിക്കാൻ നിനക്ക് എന്ത് ബാധ്യതയുള്ളത്? ഇല്ലേ? ഉണ്ട്. അതെന്താണ്? അത് നീ കണ്ടെത്തണം. ഈ വാക്കുകൾ മറക്കരുത്. ഈ വാക്കാണ് ഇതിൻ്റെ മർമ്മം. ഇന്നത്തെ എസെൻസ് ഓഫ് ദി സ്പീച്ച് എന്ന് പറയും. ഇന്നത്തെ മൊത്തം പ്രസംഗത്തിൻ്റെ എസെൻസാണ് ഈ പറയുന്നത്. അത് മറക്കരുത്. അത് വീണ്ടും അവിടേക്ക് തിരിച്ചു പോകണം. വണ്ടിയെടുത്ത് തിരിച്ചു പോകുമ്പം അവിടേക്ക് മടങ്ങണം. എന്നാൽ മുതലാവും. മദീനയിലേക്ക് പോകാൻ നിനക്ക് ബാധ്യതയുണ്ട്. ബഗ്ദാദിൽ പോകാൻ നിനക്ക് എന്ത് ബാധ്യതയുള്ളത്? ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനിയെ സിയാർത്ത് ചെയ്യാൻ നിനക്ക് എന്ത് ബാധ്യതയുള്ളത്? ബാധ്യതയല്ലേ? ഉണ്ട്. അതെന്താണ്? അത് നീ കണ്ടെത്തണം. മദീനയിൽ പോകാൻ നിനക്ക് ബാധ്യതയുണ്ട്. മൊറോക്കോയിലെ ഫാസിൽ പോയി ഷെയ്ഖുൽ മശായിഖ് അഹമ്മദ് ജാൻ തങ്ങളെ സിയാർത്ത് ചെയ്യാൻ നിനക്ക് എന്ത് ബാധ്യതയുള്ളത്? ബാധ്യതയല്ലേ? ഉണ്ട്. അത് നീ കണ്ടെത്തണം. മൊത്തം കണ്ടെത്തലിൻ്റെ മൊത്തം കീമിയാവു സഅദ് ഞാൻ പറഞ്ഞുതരാം. എളുപ്പം പറഞ്ഞുതരാം. നിങ്ങളോട് ആലോചിക്കാൻ വിട്ടാൽ ഇന്നത്തെ പണി ക്ലാസ് കഴിഞ്ഞാലും നിങ്ങൾ ആലോചിച്ച് ഉത്തരം കിട്ടില്ല. വേഗം പറഞ്ഞുതരാം. എന്താ ബാധ്യത? അവരൊക്കെ ആരാ? അവരും നീയും തമ്മിലുള്ള ബന്ധമെന്ത്? അവരും നീയും തമ്മിലുള്ള ബന്ധമെന്ത്? അവരും നീയും തമ്മിൽ തലക്ക് കൊടുക്ക്. അവരും നീയും തമ്മിലുള്ള ബന്ധമെന്ത്? മമ്പർത്ത തങ്ങളും നീയും തമ്മിലുള്ള ബന്ധം എന്ത്? മമ്പർത്ത തങ്ങൾ ഒരു ഉദാഹരണം, തിജാൻ തങ്ങൾ വേറൊരു ഉദാഹരണം. ചില അവിടെ പോവും, ചില ഇവിടെ പോവും, ചില ബഗ്ദാദിൽ പോവും, ചിലര് ഫഖീൽ മുഖദ്ദമിനെ കാണാൻ വേണ്ടി റിബാത്തിലേക്ക് പോകും. ഒമാനിൽ ഞാനും പോയിട്ടുണ്ട്, ബഗ്ദാദിലും പോയിട്ടുണ്ട്, മമ്പർത്തും പോയിട്ടുണ്ട്, സിഎമ്മിൽ ചില അവിടെയും പോവും. എന്താണ് നീയും ഇവരും തമ്മിലുള്ള ബന്ധം? ഇവരുടെ പേര് ഖുർആനിൽ പറഞ്ഞിട്ടില്ലല്ലോ, ഇവരുടെ പേര് ഹദീസിലും ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് നീ ഇവരെ തേടിപ്പോകുന്നു? നിന്റെ പ്രശ്നം തീരാനാണ് എന്നത് വിഡ്ഢിയുടെ മറുപടിയാണ്. ആ വിഡ്ഢി പറയും നിന്റെ പ്രശ്നം തീർത്ത് തരുന്നത് മുഹദ്ദീൻ ശൈഖ് അല്ല. അങ്ങനെ നീ വിശ്വസിച്ചാൽ നീ മുശ്രിക്കാണ്. പക്ഷേ ഈ മനുഷ്യൻ ഒരു നാട്ടക്കുറ്റിയാണ്. ഈ മനുഷ്യൻ ഒരു മാനദണ്ഡമാണ്. ഈ മനുഷ്യരൊക്കെ മാനദണ്ഡം. 2007 അബൂ ഹനീഫത്ത് നുഅ്മാൻ അൽ കൂഫി തങ്ങളുടെ മഖ്ബറ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി. ഞാൻ പോയി, കുറച്ചാളുകൾ കൂടെയുണ്ട്. മഖ്ബറ കണ്ടു. അവിടെ പോലീസ് സമ്മതിച്ചില്ല. പോലീസ് ബഗ്ദാദിൽ നിന്ന് കലാപം നടക്കുന്ന സമയം പോലീസ് സമ്മതിച്ചില്ല, പോകരുതെന്നു. അപ്പോൾ ഞാൻ പറയാവുന്നതിൽ പരമാവധി പറയുന്നത് ഇന്ത്യയിൽ നിന്ന് വരികയാണ്, അബൂ ഹനീഫയെ സിയാറത്ത് ചെയ്യാൻ വരികയാണ്, റളിയല്ലാഹു അൻഹു. അത് വെച്ചില്ല, ഇവിടെ കലാപം നടക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും
ഇന്ത്യൻ എംബസിയോട് ഉത്തരവാദിത്തം പറയേണ്ടത് ഞങ്ങളാണ്. ഇവിടെ കലാപം നടക്കുകയാണ്, അവിടെ കലാപകാരികളുടെ കുറച്ച് ഏരിയ അവിടെയുണ്ട്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. കരിഞ്ഞ് കാലിൽ പിടിച്ചിട്ടെന്ന് പറയും പോലെ പോലീസ് വിട്ടില്ല, കരിഞ്ഞ് മടങ്ങിപ്പോകും. എന്തുകൊണ്ട്? എന്തോ ഒന്നുണ്ടല്ലോ. അബൂ ഹനീഫ നിന്റെ അമ്മോശാക്കല്ലല്ലോ, അബൂ ഹനീഫ നിന്റെ മൂത്താപ്പയല്ലല്ലോ, പിന്നെ എന്തേ നീ കരിഞ്ഞ്? ആ കടം തീർക്കാൻ വേണ്ടി പിന്നെ 2009 പോയി കരിഞ്ഞോട് സിയാർത്ത് ചെയ്തു. ആ കടം തീർക്കാൻ വീണ്ടും പോയി 2009. എൻ്റെ വന്നിട്ട് വേദന തീർന്നില്ല, 2 കൊല്ലം വേദന. എന്തുകൊണ്ട്? കാണുന്നുണ്ട് അബൂ ഹനീഫ നുഅ്മാൻ അൽ കൂഫിയുടെ മക്ബറ, പക്ഷെ പോലീസ് സമ്മതിക്കൂല, പോലീസ് അങ്ങോട്ട് കിടക്കാൻ സമ്മതിക്കൂല. പിന്നെ ആ മനസ്സിൻ്റെ വേദന മാറുന്ന 2009 സിയാർത്ത് ചെയ്യുമ്പോഴാണ്. അപ്പോൾ എന്തോന്നുണ്ടല്ലോ, നമ്മൾ തമ്മിൽ ഇടപാടുമില്ലല്ലോ, നമ്മളെ മൂത്താപ്പയല്ലല്ലോ, നമ്മളെ ഭാര്യയുടെ വാപ്പയല്ലല്ലോ. പിന്നെന്താ? ഇവരും നബിയും തമ്മിലുള്ള ബന്ധം, ഇവരെല്ലാം അൽഫായിസൂന ബില്ലാഹ്, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വിജയിച്ച ആളുകളാണ്. ബസ്, അതല്ലാത്ത ഒരു ബന്ധവും ഇവരും നീയും ഇവരും ഞാനും തമ്മിൽ ഇല്ല. ഒരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. എന്തുകൊണ്ടും വളരെ വളരെ തല കൊടുക്ക്, തല കൊടുക്ക്, തല കൊടുക്ക്, തല കൊടുക്ക്, തല തുറക്ക്. ഒരൊറ്റ വിഷയമുള്ളൂ, അല്ലാഹ്. അവിടെ നീ വിജയിച്ചാൽ അവര് ഇങ്ങോട്ട് വരും. നീ വിജയിച്ച ഇവിടെ പ്രശ്നമൊന്നുള്ളൂ, നീ ഇപ്പോഴും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വിജയിച്ചിട്ടില്ല. വിജയിച്ചാൽ അവരെല്ലാ രാത്രി ഇവിടെ വരും. അബൂ ഹമീദ് അൽ ഗസാലിയുടെ അദ്ദുറത്തുൽ ഫാഖിറ വ ദഖീറത്തുൽ ഷാക്കിറ എന്നൊരു കിതാബുണ്ട്. 1987 ഞാൻ ആ കിതാബ് ദൈവത്തിൻ്റെ ലൈബ്രറിയിൽ നോക്കിയതാണ്. 1987 ആ കിതാബിൽ ഇമാം ഗസാലി പറയുന്നത് വർത്താനുണ്ട്. എന്ത്? മിക്കവാറും രാത്രി എൻ്റെ വീട്ടിൽ റസൂൽ വരാറുണ്ട്. റസൂലിനേക്കാൾ വലിയ ആളായിട്ടല്ല ഗസാലി, അതിൻ്റെ ദീനിൻ്റെ ഒരു കുട്ടിയാണ്, അതിൻ്റെ റബ്ബിനെ തേടുന്ന ആളാണ്. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഞാൻ പോകണം. ആര് വിചാരിക്കും? റസൂൽ വിചാരിക്കും. എൻ്റെ വീട്ടിൽ രാത്രിയായാൽ മിക്കവാറും രാത്രികളിൽ റസൂൽ വരും, സിദ്ദീഖ് വരും, ഫാറൂഖ് വരും, ഉസ്മാൻ വരും, അലി വരും, റളിയല്ലാഹു അൻഹും, അവരൊക്കെ വരും. എൻ്റെ വീട്ടിൽ വരും, എൻ്റെ വീട്ടിൽ ഇങ്ങോട്ട് വരും. നീ ഓടേണ്ടത് അള്ളാഹിൻ്റെ അടുത്തേക്കാണ്. അവരെ നീ അവലംബിക്കാണ് വേണ്ടത്. നിൻ്റെ പ്രശ്നം തീർക്കാൻ അവർക്ക് കഴിയില്ല ഒരിക്കലും. ഇതിനാണ് സുന്നി അറിയാം. പക്ഷേ അവർ നീ അവലംബിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മൻസർ ഞാമീൻ പറയും, അവരും നീയും ഒരുപോലെയല്ല. ചില വിഡ്ഢികൾ പറയും നമ്മളും അവരൊക്കെ ഒരുപോലെയല്ലേ. അല്ല, അവർ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വിജയിച്ചവരും നമ്മൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വിജയിക്കാത്തവരുമാണ്. അള്ളാഹു വിജയിപ്പിച്ചേരട്ടെ. അങ്ങനെ നമ്മൾ വിജയിച്ചവരല്ല. അപ്പോൾ ഞാനും ഒക്കെ മൊയ്തീൻഷക്കും നമ്മളൊക്കെ ഒരുപോലെ അല്ല. അവർ അള്ളാഹിൻ്റെ കാര്യത്തിൽ വിജയിച്ചവരാണ്. എന്തുകൊണ്ട്? അവരെ കൊണ്ട് കോടാനക്കോടി ആളുകൾ അള്ളാഹിനെ പറ്റി ചിന്തിച്ചു. നമ്മൾ അള്ളാഹുവിലേക്കൊരു മാനദണ്ഡമല്ല, പിശാചിലേക്കാണ് മാനദണ്ഡം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നീ എവിടുന്ന് പോകുന്നത് അപ്പുറത്തുകൾ എത്തണം, പിന്നീട് വന്നോളൂ. എന്തിനു പിടിക്കണം? അപ്പം നീ അവലംബിക്കേണ്ടത് ആരെയാണ്? എല്ലാ വലികളും മേലെ കുത്തുബാണോരും എന്നോടെ വീട്ടിലെ പിള്ളേരാരെന്നോറ്. എന്താ പറഞ്ഞു? എല്ലാ വലികളും മേലെ കുത്തുബാണോരും എന്നോടെ വീട്ടിലെ പിള്ളേരാരെന്നോറ്. അവരൊക്കെ എൻ്റെ വീട്ടിലെ സെർവൻറ്റുകളാണ്. എൻ്റെ വീട്ടിൽ ചായ ക്ലാസ് എടുത്ത് കൊടുക്കണം പണി അവർക്ക്, ഔലിയാക്കന്മാർക്കും കുത്തുബുകൾക്കും. എന്താ ഇതിനർത്ഥം? അവരൊക്കെ അള്ളാഹുവിനെ കണ്ടെത്തിയതിൻ്റെ അപ്പുറത്ത് ഞാൻ കണ്ടെത്തിയതിനാ കാരണം. അത് കാരണം അവിടെ വിജയം. അള്ളാഹുവിനെ, നിൻ്റെ കൽബ് അള്ളാഹുവിൽ ടച്ച് ചെയ്താൽ നിനക്ക് പുതിയൊരു പേര് വരും. എന്താണ് ആ പേര്? നിൻ്റെ
കൽബ് അള്ളാഹു ടച്ച് ചെയ്താൽ മതി, അപ്പം നിനക്കൊരു പുതിയ പേര് വരും. നിന്റെ കൽബ് നീ അള്ളാഹ് ചെല്ലലല്ല, ചെല്ലാർക്കൊക്കെ ചെയ്തോളി. അള്ളാഹു എന്ന് നിന്റെ കൽബിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടച്ച് ചെയ്യേണ്ട വിധത്തിൽ ടച്ച് ചെയ്തു, പിന്നെ പോവില്ല. അതവിടെ പിടിക്കൊന്നും വേണ്ട. നിങ്ങൾ ഇലക്ട്രിക് ട്രെയിൻ പോകണ കണ്ടിട്ടുണ്ടോ? പക്ഷേ ഇവർക്ക് ഇതെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണമേ റബ്ബേ, ഒരു ആമീൻ പറയും ചങ്ങന്മാരെ. ഇലക്ട്രിക് ട്രെയിൻ പോണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ട്രെയിനിലാണ് കയറിയിട്ട് ചായയും പരിപ്പാടിയും തിന്നാൻ പോരല്ലോ, അതിന് മേലൊക്കെ നോക്കിക്കൂടെ നിങ്ങൾക്ക്? എന്താ അവിടെ നടക്കണത്? ഇലക്ട്രിക് ട്രെയിനിൽ നിന്ന് ഒരു കേബിൾ ഉണ്ടാവും. എങ്ങോട്ട്? ഇലക്ട്രിക് കമ്പിയിലേക്ക് ഒരു കേബിൾ ഉണ്ടാവും. ഈ കേബിൾ ടച്ച് ചെയ്താൽ വണ്ടി ഓടും. ആ കമ്പിയിൽ ഇലക്ട്രിസിറ്റി ഉണ്ട്, കറണ്ട് ഉണ്ട്. അപ്പൊ ഈ കേബിൾ ഒന്ന് ടച്ച് ചെയ്താൽ മതി. കേബിൾ കമ്പിനെ പിടിക്കണോ? കേബിൾ കമ്പിനെ പിടിച്ചാൽ പിന്നെ വണ്ടി ഓടൂലല്ലോ. പറ ചങ്ങായി, ഇങ്ങനെ പിടിച്ചിട്ട് കൂട്ടണോ? പിന്നെ എന്ത് മതി? പറയടാ ചങ്ങാതി, ടച്ച് ചെയ്താൽ മതിയടോ. ഇതന്നെയാണ് നിന്റെ കൽബ് അല്ലാഹ് എന്നതിൽ ഒന്ന് ടച്ച് ചെയ്താൽ മതി. അപ്പൊ എനിക്ക് പുതിയ പേരുണ്ടാവും. എന്ത്? എനിക്കൊരു പേരുണ്ടാവും, മുഅ്മിൻ. അത് ഈ കുത്തുബിൻ്റെ മേലെയാ. എന്ത് കുത്തുബി അങ്ങനെ മുഅ്മിനായ പോലെ. മുഅ്മിനായ മതിയല്ലോ, പിന്നൊക്കെ സൗകര്യമല്ലേ. മന്ത്രിസഭയിൽ ഓൻ്റെ പേരുണ്ടായാൽ മതിയല്ലോ, പിന്നെ ഏത് മന്ത്രി ആയാലും എന്താ? മന്ത്രിസഭ കൂടുമ്പോനാണോ കയറാലോ? ഓന് തൊഴിലില്ല മന്ത്രിയാണ്, ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല മന്ത്രിയാണെങ്കിലും ഓൻ ആരാണ്? മന്ത്രിയല്ലട. എങ്ങായി മന്ത്രിസഭ കൂടുന്ന നേരത്തെ ബനാട് കയറി ചെല്ലാതെ എന്നെ പറ്റൂല. ഓന് പണിയൊന്നുമില്ല, തൊഴിലില്ല മന്ത്രിയാണ്. തൊഴിലില്ല, വേതനം കൊടുക്കണം മന്ത്രിയല്ല. എന്തില്ല, വകുപ്പില്ല മന്ത്രിയാണ്. എന്നാലും അവൻ ആരാണ്? മന്ത്രിയാണടാ. കുത്തുബൊന്നും ആണ്ട, ഔലിയപ്പാപ്പി ആണ്ട, ആരായാ മതി. മുഅ്മിൻ. നിന്റെ കൽബ് അല്ലാഹ് എന്നതിൽ ടച്ച് ചെയ്താൽ നിന്റെ വണ്ടിയാണ്ട് ഓടും. എവിടേക്കാണ് ഓടുക? നഹ്വ റബ്ബിക്, നിന്റെ റബ്ബിന്റെ നേർക്കോടും. നിന്നെ തൊടാൻ ഒരാൾക്ക് കഴിയൂല. വഅൻതുമുൽ അലൗന ഇൻ കുൻതും ഖുത്ബീൻ. അങ്ങനെയല്ലേ ആയത്ത്? അല്ല, അങ്ങനെയല്ലേ ആയത്ത്? എന്താണ് അന്തം വിട്ടവരെ നിങ്ങൾ ഇരിക്കുന്നത്? വഅൻതുമുൽ അലൗന ഇൻ കുൻതും ഖുത്ബീൻ. നിങ്ങൾ ഖുത്ബുകളാണെങ്കിൽ നിങ്ങൾ മേലെയാണ്. അങ്ങനെയാണോ അന്തങ്ങമ്മയെ ആയത്ത്? വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനാണെങ്കിൽ നിങ്ങളാണ് തന്നെയാണ് ഏറ്റവും മേലെ. അല്ല അലൗൻ, ഏറ്റവും മേലെ. നിങ്ങളെ മേലെ ആരുമില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ആരാ മുഅ്മിൻ? അവന്റെ കൽബ് ടച്ച് ചെയ്തിട്ടുണ്ട്. ആരിൽ? അല്ലാഹ്. ബസ്. അപ്പൊ അവരെന്തായി? അവര് നാട്ടക്കുറ്റിയായി. അവര് വെറുതെ ഇരുന്നാൽ മതി, എന്നാലും അവർ അള്ളാഹുവിലേക്ക് അടയാളാണ്. ഒന്നും വേണ്ട. കോഴിക്കോട് ഇന്ന് രാവിലെ ട്രെയിൻ ഇറങ്ങിയ ആൾ ദാറുൽ ഖുർആനിൽ എത്താൻ വേണ്ടി എന്താ അവലംബിക്കുക? ചില നാട്ടക്കുറ്റികളുണ്ട്. ആ നാട്ടക്കുറ്റി മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. അയിമ്മൻ്റെ പുറത്ത് മാവൂർ 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 2 കിലോമീറ്ററിന് അപ്പുറം പോയപ്പോഴും മാവൂർ. അങ്ങനെ മാവൂർ മാവൂർ. ഓരോടുന്ന് വിളിച്ചു പറയണ്ടോ? മാവൂർക്ക് ഇതിൽ തന്നെ പോയിക്കോന്ന് പറയണ്ടോ? പറയുന്നുണ്ടോ? മാവൂർക്ക് ഇതിലെ തന്നെ പോകണേന്ന് പറയുന്നുണ്ടോ? ഇല്ലെങ്ങായി. മുഅ്മിന് വയലറേണ്ട ആവശ്യമില്ലെങ്ങായി. മൂമിനായ മതി. ഒനിഷാർത്താണ് ആരിലേക്ക്? ഇലല്ലാഹ്. അവിടെ വിജയിച്ചു. അതെന്നെ മുഅ്മിൻ. അവന് അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അവരെ കണ്ടാൽ അള്ളാഹുവിനെ ഓർക്കപ്പെടും. അവരെ മുഅ്മിൻ. അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അവരെ കണ്ടാൽ അള്ളാഹുവിനെ ഓർമ്മിക്കപ്പെടും.
ആരാ മുഅ്മിനീങ്ങൾ? പറ. ആരാ മുഅ്മിനീങ്ങൾ? മനിൽ മുഅ്മിനൂൻ? ആരാ മുഅ്മിനീങ്ങൾ? പറ. മനിൽ മുഅ്മിനൂൻ? ആരാ മുഅ്മിനീങ്ങൾ? അല്ലദീന ഇദാ റൂഉ ദുകിറല്ലാഹ്, അവരെ കണ്ടാൽ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കപ്പെടും. അള്ളാഹുവിനെ ഓർമ്മിക്കപ്പെടുന്നവൻ ആരോ അവനെ കണ്ടാൽ അള്ളാഹിനോട് ഓർമ്മ വരും. അവനാരോ അവനാണാര്? മുഅ്മിൻ. അപ്പോൾ അവൻ ആരിൽ വിജയിച്ചു? അള്ളാഹുവിന്റെ അടയാളമാവുന്നതിൽ വിജയിച്ചു. മതി. വയലു പറയണോ? പറയ കുട്ടി, വയലു പറയണോ? കിതാബ് എഴുതണോ? ലേഖനം എഴുതണോ? സ്റ്റേജ്മ കയറി കുത്തിരിക്കണോ? ഇതിനൊന്നും ആവശ്യമില്ല. അതൊക്കെ ഇവിടെ ഉള്ള അണ്ടിപ്പരിപ്പ് തിന്നാനുള്ള പരിപാടികൾ മാത്രമാണ്. അതിൻ്റെ അപ്പുറം ഒന്നുമല്ല. വളരെ ചിന്തിക്ക് 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 ചിന്തിക്ക്, അത്രയേ ഉള്ളൂ. ഒരു വയലു പറഞ്ഞിട്ടോ സ്റ്റേജ്മ കയറി കുത്തിരുന്നിട്ടോ കാര്യമല്ല. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ഒന്നും കാര്യമല്ല കുട്ടികളെ. കാര്യം നീ അള്ളാഹുവിൽ വിജയിക്കണം. സി എമ്മിനെ നിനക്കിഷ്ടമാണ്. സി എം അള്ളാഹുവിൻ്റെ ഒരടയാളാണ്. അള്ളാഹിൻ്റെ ഭാഗത്തേക്ക് പോകുന്നവർക്ക് സി എം ഒരു നാട്ടക്കുറ്റിയാണ്. മമ്പർത്ത് തങ്ങളെ എനിക്കിഷ്ടമാണ്. അതാ ബന്ധം. നിനക്ക് അള്ളാഹുവിലേക്ക് പോകാൻ ഒരു ഇഷാറത്താണ് ആര്? മമ്പർത്ത് തങ്ങൾ. അതെന്നെ ബന്ധം. അത് ബാപ്പാനേക്കാൾ വലിയ ബന്ധമാണ്. ബാപ്പ എനിക്ക് അള്ളാഹുവിലേക്കുള്ള അടയാളമല്ല. ആവും ആകടക്കും ചെയ്യാം. ബാപ്പാക്ക് ബാപ്പയാൽ മതി. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ബാപ്പ നിനക്ക് അള്ളാഹുവിലേക്കുള്ള അടയാളാണോ ബാപ്പ? അല്ല. അപ്പൊ എനിക്ക് ബാപ്പ വലിയ ആളല്ല. പിന്നെ നിന്റെ ജസദിന്റെ സബബ് എന്ന നിലയിൽ നീ ബഹുമാനിക്കണം. അത്രേ ഉള്ളൂ. അതേ സമയത്ത് ബാപ്പ അള്ളാഹുവിലേക്ക് അടയാളമാണെങ്കിലോ അപ്പൊ വലിയ ആളായി. ബാപ്പാനേക്കാളോ വലിയ ആളാണ് മമ്പർത്തങ്ങൾ. എന്തുകൊണ്ട്? പറയടാ ചങ്ങായിമാരെ, ബാപ്പാനേക്കാൾ വലിയ ആളാണ് മമ്പർത്തങ്ങൾ. എന്തുകൊണ്ട്? അള്ളാഹുവിലേക്ക് അടയാളം ബാപ്പയല്ല. അതാരാ? അത് മമ്പർത്ത് സയ്യിദ് അൽവിയാണ്. ബാപ്പയേക്കാൾ വലിയ ആളാണ് തൃപ്പറ്റ മെമ്മോറിയൽ. എന്തുകൊണ്ട്? ബാപ്പ അള്ളാഹുവിലേക്ക് ഇഷാറത്തല്ല. തൃപ്പറ്റ മെമ്മോറിയൽ അള്ളാഹുവിലേക്ക് അടയാളാണ്. അതാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ഓരോ അവർ പോയ വഴിക്ക് ഇങ്ങനെ പോയാൽ അള്ളാഹുവിലേക്ക് ഇങ്ങനെ സൂചിക ഇങ്ങനെ കിട്ടുന്നുണ്ട്. തന്നെ ബസ് ഖലാസ് കഴിഞ്ഞു. അപ്പൊ നീയും അവരെന്ന് ചിന്തിച്ചോ. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ബാപ്പാനേക്കാൾ എത്ര എത്ര കോടാനക്കൊടി മേലെയാണ്. എന്തുകൊണ്ട്? ബാപ്പ നമ്മളെ ജസദിന്റെ സബബാണ്. ആ ആളോ ഇഷാറത്താണ്. ആരിലേക്ക്? ഇലല്ലാഹ്. അതിന്റെ ഏറ്റവും മേലെയാണ് മുഹമ്മദ് മുസ്തഫ. അവിടുന്ന് ഇഷാറത്താണ്. അൽ ഇഷാറത്തുൽ ആമ്മ. ഏറ്റവും വലിയ ഇഷാറത്ത് അള്ളാഹുവിലേക്ക് ആരാണ്? ഹബീബ നബിയാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നമ്മൾ സ്വന്തം നഫ്സിനേക്കാൾ നമുക്ക് പ്രധാനം ആരാണ്? നബിയാണ്. എന്തുകൊണ്ട്? നമ്മൾ അള്ളാഹുവിലെത്തിയാൻ ഒരാളെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഹബീബ നബിയാണ്. പഠിച്ചില്ലേ? പഠിച്ചോ അല്ലേ? അള്ളാഹിൻ്റെ ആളാകണമെങ്കിൽ ഇനിയിപ്പോൾ അതിൻ്റെ അർത്ഥം ഇനി രണ്ടും തെറ്റണ്ട. എന്ത്? അപ്പം ഇജ് ആരാളുമാണ്? മമ്പർത്ത് തങ്ങളുടെ ആളാണ്. ഇജ് മൊഹീദ്ദീൻ ഷേഖിൻ്റെ ആളാണ്. ഇജ് എമ്മിൻ്റെ ആളാണ്. ഇജ് റിപ്പൻസിൻ്റെ ആളാണ്. കാരണം അവരൊക്കെ ആരാളാണ്? അള്ളാഹിൻ്റെ ആളാണ്. ഇജ് ആകാശത്തിൻ്റെ ആളാണ്. ഇജ് ഭൂമിൻ്റെ ആളാണ്. അവരൊക്കെ ആരാളാ? അള്ളാഹിൻ്റെ ആളാണ്. നമ്മളൊക്കെ ഒരു സംഘവും. അപ്പോൾ അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പം നിന്റെ ഒരു ബാധ്യത എത്രയേ ഉള്ളൂ എന്നറിയോ? എന്ത്? നീ അള്ളാഹിനെ കൊണ്ട് ജയിക്കണം. വിജയത്തിൻ്റെ രസതന്ത്രം ഒന്നേ ഉള്ളൂ. അള്ളാഹു നിന്റെ കൽബിൽ തൊട്ടാൽ, അള്ളാഹ് യഥാർത്ഥത്തിൽ നിന്റെ കൽബിൽ തൊട്ടാൽ നീ ആരായി? വിജയിച്ചു. പറ, നീ ആരായി? വിജയിച്ചു. അതാണ് വിജയത്തിൻ്റെ രസതന്ത്രം. വിജയത്തിൻ്റെ രസതന്ത്രം കൽബിൽ അള്ളാഹ് ബന്ധപ്പെടലാണ്. എന്നെ എല്ലാവരും ഉണ്ട്, പക്ഷെ അള്ളയാണ് ഏറ്റവും വലുത്. അതിനപ്പുറം ഒന്നുമില്ല. അതിനുവേണ്ടി ഉമ്മാനെ ഒഴിവാക്കും, അതിനുവേണ്ടി വാപ്പാനെ ഒഴിവാക്കും. സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മാനെ ഒഴിവാക്കിയില്ലേ? അബൂ ഉബൈദ വാപ്പാനെ ഒഴിവാക്കിയില്ലേ? ആർക്ക് വേണ്ടി? അല്ലാഹ് തന്നെ വിഷയം. അല്ലാഹ്. ഞാൻ ന്യായീകരണമല്ല, ഞാൻ ന്യായീകരണം പറയരുത്. നീ ഒരു ന്യായീകരണം അവിടെ ഇല്ല. അല്ലാഹ് അതാ വിഷയം. അതിൽ വിജയിക്കണം. പിന്നെ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നീ മരിച്ചാൽ എല്ലാവരും കരയും, എല്ലാവരും കരയും. ആകാശം ഭൂമി ഒക്കെ കരയും, എല്ലാം കരയും. കരയണം, കരഞ്ഞേ മതിയാകൂ. അപ്പോഴേ നീ മൂമിനാവും. മൂമിനാണെങ്കിൽ കരയും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഹബീബായ നബി പറഞ്ഞു, മുഅ്മിൻ വിദേശിയാവുകയില്ല. കാരണം ഏതും അവൻ സ്വദേശിയാ. അവൻ ഒരു നാട്ടിലൂടെ പോയാൽ
ആ നാട്ടിലെ ഭൂമി കൊല്ലങ്ങളായി ഇവൻ ആഗ്രഹിക്കുന്നുണ്ടാവും.